സംസ്ഥാനത്ത് നടക്കുന്നതായി ആരോപിക്കപ്പെടുന്ന നിർബന്ധിത മതപരിവർത്തനങ്ങളെക്കുറിച്ച് എംഎൽഎമാർ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി ചന്ദ്രശേഖർ ബവൻഗുലെ മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി. പ്രേരിപ്പിച്ചോ നിർബന്ധിച്ചോ നടത്തുന്ന മതപരിവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ തടയുന്നതിന് കർശനമായ മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പിലാക്കാൻ മഹാരാഷ്ട്ര സർക്കാർ പദ്ധതിയിടുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ദുലെ, നന്ദർബാർ ജില്ലകളിലെ അനധികൃത പള്ളി നിർമ്മാണങ്ങളുടെ വ്യാപനം ഉയർത്തിക്കാട്ടി എംഎൽഎ അനൂപ് അഗർവാളാണ് ഈ വിഷയം മുന്നോട്ടുവച്ചത്. അവിടെ പ്രലോഭനങ്ങളിലൂടെ മതപരിവർത്തനം നടക്കുന്നതായി ആരോപിക്കപ്പെടുന്നു. ഈ നിർമ്മാണങ്ങളെക്കുറിച്ച് ഡിവിഷണൽ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി ബവൻഗുലെ സഭയ്ക്ക് ഉറപ്പ് നൽകി. അന്വേഷണത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും അനധികൃത പള്ളി നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അനധികൃത നിർമ്മിതികൾ പൊളിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിൽ എംഎൽഎ അതുൽ ബഡ്ഗൽക്കർ ആശങ്ക പ്രകടിപ്പിക്കുകയും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രലോഭനങ്ങൾ, ബലപ്രയോഗം, ലവ് ജിഹാദ് എന്നിവയുടെ ഫലമായാണ് മഹാരാഷ്ട്രയിൽ മതപരിവർത്തനം നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതിന് സമാനമായ കർശനമായ മതപരിവർത്തന വിരുദ്ധ നിയമം സംസ്ഥാനം എപ്പോൾ കൊണ്ടുവരുമെന്ന് ബഡ്ഗൽക്കർ ചോദിച്ചു. ഇതിന് മറുപടിയായി അനധികൃത നിർമ്മിതികൾ ഉടനടി പൊളിച്ചുമാറ്റുമെന്നും ശക്തമായ ഒരു മതപരിവർത്തന വിരുദ്ധ നിയമം തയ്യാറാക്കാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി ചർച്ച നടത്തുമെന്നും ബവൻഗുലെ വ്യക്തമാക്കി. ദൂലെ, നന്ദർബാർ എന്നിവിടങ്ങളിൽ മാത്രമല്ല മറ്റു ഗോത്ര ആധിപത്യമുള്ള പ്രദേശങ്ങളിലും മതപരിവർത്തനം നടക്കുന്നുണ്ടെന്നും ഇത് ബിൽ, പോഹ്ര ഗോത്രങ്ങൾ പോലുള്ള സമൂഹങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും എംഎൽഎ സഞ്ജയ് കുട്ടെ ഊന്നിപ്പറഞ്ഞു. പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് മതപരിവർത്തനം നടത്തുന്ന ഗോത്രക്കാർക്ക് ഇനി അർഹതയുണ്ടാകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതപരിവർത്തനം ചെയ്ത ഗോത്രക്കാർ പരമ്പരാഗത രീതികൾ പാലിക്കുന്നത് തുടർന്നാൽ അത്തരം ആനുകൂല്യങ്ങൾക്കുള്ള അവരുടെ യോഗ്യത പുനഃപരിശോധിക്കണമെന്നും കുട്ടെ നിർദ്ദേശിച്ചു. കൂടാതെ മതപരിവർത്തന രീതികളും സംസ്ഥാനത്തുടനീളമുള്ള ഗോത്ര അവകാശങ്ങളിൽ അവ ചെലുത്തുന്ന സ്വാധീനവും അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു.